ഇത് മലയാള മനോരമ. ഇതിലാണ് ഞാൻ റിപ്പോർട്ട് കാണുന്നത്. ജാറം പൊളിക്കാൻ ശ്രമം, 4 പേർ പിടിയിൽ. എടക്കര നാടുകാണിച്ചുരത്തിലുള്ള ജാറം പൊളിക്കാനുള്ള ശ്രമത്തിനിടെ 4 പേർ പോലീസിന്റെ പിടിയിലായി. ഏതായിരുന്നാലും പോലീസുകാർക്ക് ഞാൻ അഭിനന്ദനം പറയുന്നു. പിടിക്കേണ്ടവർ തന്നെയാണല്ലോ പിടിക്കേണ്ടത്. വണ്ടൂർ സ്വദേശികളായ ചെട്ടിയാറമ്മൽ തണ്ടുപാറക്കൽ നൌഷാദ് 36, ചാത്തോലി സമീർ നവാസി 28, പള്ളിക്കുന്ന് തച്ചുപറമ്പൻ അബ്ദുൽ ഷുക്കൂർ 21, പള്ളിക്കുന്ന് പൂക്കാട്ടു തൊടിക ഷാജി ബാബു 28 എന്നിവരാണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രി 9:30 മണിയോടെയാണ് സംഭവം. SI AR രമേശ്, ASI MT പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഇവരെ സംശയകരമായ നിലയിൽ ജാറത്തിനു സമീപം കാണുകയായിരുന്നു. തുടർന്ന് ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജാറം പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ജാറത്തിൽ പ്രാർത്ഥന നടത്തുന്നത് അന്ധവിശ്വാസമാണെന്നതിനാലാണ് ഇത് പൊളിച്ചതെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. ഇവിടെയാണ് എനിക്ക് ഹാജരാകാനുള്ളത്. മറ്റത് പോലീസുകാരും കോടതിയൊക്കെ നോക്കേണ്ടതാണ്. ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങൾക്കെതിരെയുള്ള നോട്ടീസുകളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. ജാറം പരിപാലിച്ചു വരുന്ന വഴിക്കടവ് ആനമറിയിലെ ചെങ്കരങ്ങയിൽ ഹൈദറുവിനെ സംഘത്തിലുള്ള നൌഷാദ് പലപ്പോഴായി ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. മതസ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന കുറ്റം ചുമത്തി കേസെടുത്തു. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചുരത്തിലെ കല്ലളക്കു സമീപം റോഡിനോട് ചേർന്ന് വനത്തിലുള്ള ഫക്കീർ മുഹമ്മദ് സലാഹിന്റെ പേരിലുള്ള ജാറത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖബർ, അവിടെ സിയാറത്ത് ചെയ്യാനും ഫാത്തിഹ ഓതാനും പോകുന്ന വ്യക്തിക്ക് ഭീഷണി. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെ ശല്യം ചെയ്യാം. മരിച്ചു കിടക്കുന്ന ആളെ ഖബർ പൊളിക്കാൻ പോയിട്ട് മരിച്ചവരെയും ശല്യം ചെയ്യുക. ഈ 4 ആളുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായി ജയിലിൽ ഇരിക്കുകയായിരിക്കും. പക്ഷേ ഈ 4 ആളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ആരാണ്? അത് ഇവിടെയുള്ള മുജാഹിദിന്റെ മൗലവിമാരാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുജാഹിദ് വിഭാഗത്തിന്റെ മൗലവിമാർക്കാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ മൗലവിമാർക്കാണ്. നിങ്ങൾ നോക്കൂ, ഇത് മുജാഹിദിന്റെ പത്രമാണ്. ഈ പത്രം ഈ അടുത്ത് ഇറങ്ങിയ പത്രം, നൂറ്റാണ്ടുകൾ പഴക്കമൊന്നുമില്ല. ഇതില് നിങ്ങൾക്ക് കാണാം ഖബർ പൊളിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം. കേട്ടോളൂ. സെലഫുകളുടെ പാത സ്വീകരിച്ച സെലഫികൾ ഇവിടുത്തെ സകല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ അധികാര പരിധിയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഖബറെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊളിക്കാൻ ഒരു നിമിഷം പോലും വൈകരുത്. ജാറങ്ങൾ തകർക്കപ്പെടേണ്ടവ തന്നെയാണെന്ന സത്യം ഉറക്കെ വിളിച്ചു പറയാൻ സെലഫികൾക്ക് യാതൊരു ധൈര്യക്കുറവുമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ജാറങ്ങൾ തകർക്കപ്പെടേണ്ടതാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സെലഫികൾക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല. ഈ മൗലവിമാരെ വിളിച്ച് പറയാനേ കിട്ടുള്ളൂ, പൊളിക്കാൻ കിട്ടൂല. കാരണം പൊളിച്ചാൽ ഈത്തിക്കാഫിരിക്കേണ്ടി വരും ജയിലിൽ. അവിടെ പറയാനേ മൗലവിമാരെ കിട്ടുള്ളൂ. അത് ആഖിറത്തിലും അങ്ങനെ തന്നെയായിരിക്കും. ആഖിറത്തിലും 2 കൂട്ടരും കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ അല്ലാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ ഒരു മൗലവിയും സഹായിക്കാനുണ്ടാവൂല. കേട്ടോ, എനിക്ക് കേട്ടോളൂ, തീർന്നില്ല. അല്ലാഹുവിന്റെ തൃപ്തി തേടുന്ന വിഷയത്തിൽ ജനങ്ങളുടെ കോപത്തെ ഭയപ്പെടുന്നവരല്ല മുജാഹിദുകൾ. പ്രത്യേകിച്ച്
ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളും യഹൂദ ശിങ്കിടികളുമായ ഈ ഖുബൂരികളെ തീരെ ഭയക്കുന്നില്ല. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾ യഹൂദി ശിങ്കിടികൾ ആര്? മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന സുന്നികൾ. അവർക്ക് അവരുടെ പേരാണ് ഖുബൂരികൾ. നമ്മൾക്ക് അവർ ഖുബൂരികൾ എന്ന് പേര് വെച്ചു ഖബറിന്റെ അടുക്ക പോകുന്നത് കൊണ്ട് നമ്മൾ ഇവർക്ക് ഖബർ പൊളിയന്മാർ എന്ന് അങ്ങോട്ടും പേര് വെക്കാം. നമ്മൾ ഖബർ ആദരിക്കുന്നവർ, അവർ ഖബർ പൊളിയന്മാർ. ഇരിക്കട്ടെ, ഈ ഖബറുകൾ പൊളിക്കണം, അതിനൊരു നിമിഷവും വൈകരുത് എന്ന് ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ മുജാഹിദ് മൗലവിമാരാണ്. ലേഖനം എഴുതിയതും അവരാണ്, പ്രസംഗിച്ചതും അവരാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവരുടെ പ്രസംഗങ്ങൾ ഓരോന്നോരോന്നായി കുറച്ച് കഴിയുമ്പോൾ CD-യിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിലൂടെ കേൾപ്പിച്ചു തരികയും കാണിച്ചു തരികയും ഒക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ആരും അങ്ങോട്ട് നോക്കേണ്ടതില്ല. സഹോദരന്മാരെ, ജാറം പൊളിക്കാൻ ആഹ്വാനം. ഞാൻ ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും രാജ്യത്തെ ഭരണാധികാരികളോടും വിനയപുരസ്സരം പറയട്ടെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർ ഈ രൂപത്തിൽ ഇനിയും എഴുതാനും പറയാനും തുടങ്ങിയാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കലും വർഗീയത ഉണ്ടാക്കലും അതുപോലെ അരാജകത്വം ഉണ്ടാക്കലും രാജ്യം തന്നെ നശിപ്പിക്കലും അവരുടെ മൗലവിമാരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. സഹോദരന്മാരെ, മഹാന്മാരുടെ ഖബറുകളെ സംബന്ധിച്ച് ഇവർ പറയുന്നത് അത് ജീർണതയുടെ കേന്ദ്രങ്ങളാണ് എന്നാണ്. ജാറങ്ങളിൽ പോയി സിയാറത്ത് ചെയ്യാനും ജാറങ്ങളെ ആദരിക്കാനും മഖ്ബറകളെ ആദരിക്കാനും ഉത്ബോധനം നടത്തുന്ന നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവർ പറയുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, കേട്ടോളൂ. ഭൂമിപ്പുറത്തുള്ള സകല ജീർണതകളുടെയും കേന്ദ്രങ്ങളാണ് ജാറങ്ങൾ. ശിർക്ക് ഖുറാഫാത്തുകളുടെ കൂത്തരങ്ങുകൾ എന്ന നിലയിൽ ആത്മീയ ചൂഷണം നടത്തുന്നതിന് പുറമെ അനാശാസ പ്രവർത്തനങ്ങൾ മുഖേന സാമൂഹ്യമായും അധപ്പതിച്ചവയാണ് മഖ്ബറകൾ. മഖ്ബറകൾ എന്ന് പറഞ്ഞാൽ അനാശാസ പ്രവണത നടത്തുന്ന സ്ഥലം, സാമൂഹ്യമായി അധപ്പതിച്ച സ്ഥലം. ഭൂമിപ്പുറത്തുള്ള സകല ജീർണതകളുടെയും കേന്ദ്രങ്ങളാണ് ജാറങ്ങൾ. മൗലവിമാരുടെ ആശയങ്ങളാണ് അവർ എഴുതുന്നത്. എന്നിട്ട് ഇതിൽ പറയുന്നത് ഖുബൂരിസത്തിന് തെളിവ് കിട്ടിയെന്ന് അലറി വിളിക്കുന്ന സഖാഫി ഫൈസിമാരെ എങ്ങാനും സഹാബാക്കൾ കണ്ടിരുന്നുവെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ ഉടൽ ഒരു സ്ഥലത്തും മൂടിക്കെട്ടിയ തല വേറൊരു സ്ഥലത്തുമായേനെ. അതായത് ഈ മഖ്ബറകളിലും സിയാറത്തിനും പറ്റും പോകുന്ന ഫൈസികളും സഖാഫികളും മുസ്ലിയാമാരും അവരെ എങ്ങാനും സഹാബികൾ കണ്ടിട്ടുണ്ടെങ്കിൽ തല ഒരു സ്ഥലത്തും ഉടല് വേറൊരു സ്ഥലത്തും ആക്കുമായിരുന്നു. സഹാബികൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കണമെന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ വേണ്ടത്? മുസ്ലിയാമാരൊക്കെ തല വെട്ടണം, ഖബറൊക്കെ പൊളിച്ചു കളയുകയും വേണം. ഇത് മുജാഹിദിന്റെ സിദ്ധാന്തമാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗം തീരാൻ നോക്കുമ്പോ മുജാഹിദുകളുടെ നാവ് കൊണ്ട് മൗലവിമാര് അത് വളരെ വ്യക്തമായി ഉച്ചരിച്ച് മുസ്ലിയാമാരുടെ മക്കളെ മുഴുവനും കൊന്നുകളയണം എന്ന് തന്നെ പച്ച മലയാളത്തിൽ പറയുന്നത് ഞാൻ സ്ക്രീനിൽ വെച്ച് കേൾപ്പിച്ചു തരും. ഇപ്പോൾ ഞാൻ അവരുടെ പത്രം വായിക്കുകയാണ്. എന്താണ് മുജാഹിദിസം, എന്താണ് ഈ സാധനം എന്ന് എല്ലാ ജനങ്ങളും അറിയൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പം തീരുകയില്ല.